ഹായ് ഓൾ, ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ജോൺ മിൽട്ടൺ എഴുതിയിട്ടുള്ള പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്ന ഒരു പോമാണ്. ലോങ് ഫോം എപ്പിക് പോമാണ് ഇത്. 1607 ഈ ഒരു പോം പബ്ലിഷ് ചെയ്യുന്നത്. പോയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വാറാണ് നടക്കുന്നത്. ദൈവവും സാത്താനും തമ്മിലുള്ള ഒരു വാർ. ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു അനുയായി അതല്ലെങ്കിൽ ഏഞ്ചൽ ആയിരുന്നു ഈ ഒരു ലൂസിഫർ എന്ന് പറയുന്നത്. എന്നാൽ ദൈവം തൻ്റെ പവർ മുഴുവൻ തൻ്റെ മകന് കൊടുക്കുകയാണ് എന്നറിഞ്ഞ ലൂസിഫർ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ്. ആ ഒരു പ്രതികരണമാണ് ഒരു വാറിലേക്ക് കലാശിക്കുന്നത്. ലൂസിഫറിന് ദൈവത്തിൻ്റെ ഈ ഒരു തീരുമാനം തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ലൂസിഫർ തൻ്റെ അനുയായികളെയൊക്കെ കൂട്ടിയിട്ട് ദൈവത്തിനെതിരെ ഒരു വാറിന് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. എന്നാൽ വാറിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ലൂസിഫറിനെയും അവൻ്റെ മറ്റുള്ള അനുയായികളെയും ദൈവം ഹെല്ലിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഈ ഹെല്ലിലേക്ക് 9 ദിവസം കൊണ്ടാണ് അവർ എത്തിപ്പെടുന്നത്. അവരെ എടുത്ത് എറിയപ്പെടുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പോം ബിഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സ്തുതിഗാനത്തോടു കൂടെയാണ് ഈ ഒരു പോം ബിഗിൻ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ മിൽട്ടൺ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആൻഷ്യൻ്റ് ഗ്രീക്ക് പോയറ്റ്സ് വിളിക്കുന്ന മ്യൂസല്ല ഇതെന്നും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മ്യൂസാണ് ഇത് എന്നും പോയറ്റ് പറയുന്നുണ്ട്. അതായത് ഒരു ഹോളി സ്പിരിറ്റിൻ്റെ കമ്പാരിസൺ ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു മ്യൂസിനെ ആണ് ഞാനിവിടെ പ്രകീർത്തിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ തൻ്റെ ഈ ഒരു പോം ഒരു ബെറ്റർ പൊസിഷനിലേക്ക് വരുമെന്നും പറഞ്ഞുകൊണ്ടാണ് പോം ഇവിടെ ബിഗിൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ പോമിന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് മാക്സിമം പവർ കൊടുക്കുന്ന രീതിയിലാണ് മിൽട്ടൺ എഴുതിയിട്ടുള്ളത്. എന്തൊക്കെ വന്നാലും ദൈവത്തെ താഴ്ത്തിക്കെട്ടാതെ ദൈവമാണ് സുപ്രീം പവർ എന്നുള്ള മനോഭാവത്തിലാണ് മിൽട്ടൺ ഈ ഒരു എൻറ്റയർ പോയം രചിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു പ്രൊലോഗിന് ശേഷം നമ്മൾ ഫസ്റ്റ് കാണുന്ന സീൻ എന്താണെന്ന് വെച്ചാൽ സാത്താനും അനുയായികളും നരകത്തിൽ കത്തിയെരിയുന്ന ഒരു തടാകത്തിൽ വീണ് കിടക്കുന്ന ഒരു ദൃശ്യത്തോടു കൂടെയാണ് ഈ ഒരു പോയം ബിഗിൻ ചെയ്യുന്നത്. സാത്താൻ്റെ തൊട്ടടുത്ത് ബിൽസബൂബ് എന്ന് പറയുന്ന മറ്റൊരു അനുയായി ഉണ്ട്. ബിൽസബൂബ് എന്ന് പറയുന്നത് സാത്താൻ കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത റാങ്കുള്ള ഒരു ഡെവിളാണ് ഈ ഒരു ബിൽസബൂബ് എന്ന് പറയുന്ന ഈ ഒരു സാത്താൻ്റെ അനുയായി. ഇപ്പോൾ നരകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹൊറീഡ് ആയിട്ടുള്ള ഒരു സൈലൻസ് ആണ് ഈ ഒരു നരകമെന്ന് പറയുന്നത്. ആ ഒരു സൈലൻസിനെ ബ്രേക്ക് ചെയ്ത് ആദ്യം സംസാരിക്കുന്നത് സാത്താനാണ്. ആ ഒരു സാത്താൻ ആദ്യം തന്നെ തങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനെ കുറ്റപ്പെടുത്തുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വർഗത്തിൽ ഏഞ്ചൽസിനെ പോലെ ജീവിച്ച നമ്മളിപ്പോൾ മോശപ്പെട്ട അവസ്ഥയിലാക്കാണ് എത്തപ്പെട്ടത് എന്ന് ആ ഒരു സാത്താന് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനിങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് സാത്താൻ ചെയ്യുന്നത്. സോ ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് സാത്താൻ തൻ്റെ സംസാരം തുടങ്ങുന്നത്. താൻ ഡിഫീറ്റ് ചെയ്യപ്പെട്ടു എന്ന് സാത്താന് തന്നെ അറിയാം. എന്നാൽ പോലും അതിൽ തനിക്ക് ഒരിക്കലും റീഗ്രറ്റ് ഇല്ല. തനിക്ക് ഇനിയുള്ള കാര്യമെന്നുള്ളത് ഗോഡിനെതിരെ വാർ ചെയ്യണം എന്നുള്ള കാര്യം മാത്രമാണ്. ഇവിടെ ഗോഡ് എന്നുള്ള പേര് പോലും അദ്ദേഹം പരാമർശിക്കുന്നില്ല. ഓക്കെ, ഇതിന് മറുപടിയായിട്ട് ബിൽസബൂബ് മറുപടി നൽകുന്നുണ്ട്. ബിൽസബൂബ് പറയാണ് ദൈവം സർവശക്തനാണ്, ദൈവത്തിന് വേണമെങ്കിൽ നമ്മളെ കൊല്ലാം, പക്ഷേ കൊല്ലാതെ വിട്ടത് നമ്മൾ നരകത്തിൽ കിടന്ന് നരകിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ബിൽസബൂബ് പറയുന്നത്. ഇത് സാത്താൻ എതിർക്കുന്നില്ല. കാരണം സാത്താൻ അറിയാമായിരുന്നു ഇത് തന്നെയാണ് റീസൺ എന്നത്. പിന്നീട് സാത്താൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്കിവിടെ കളയാൻ സമയമില്ല. ഈ തടാകത്തിൽ നിന്ന് നമുക്ക് പുറത്ത് കടന്നിട്ട് വേണം ദൈവത്തിനെതിരെ പോരാടാൻ. ഇവിടെ തടാകത്തിൽ കിടക്കുന്ന സാത്താൻ്റെ ബോഡിയെ മിൽട്ടൺ ഒരു വെയിലുമായിട്ടൊക്കെ ഉപമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഗ്രീക്ക് ടൈറ്റൻ ഫ്ലോട്ടിംഗ് ഓൺ ദി വേവ്സ് എന്ന രീതിയിലും ഉപമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവരൊരു ചങ്ങലയിലാണുള്ളത്. പിന്നീട് സാത്താൻ ആ ഒരു ചൈനൂരി പുറത്തേക്ക് കടക്കുന്നുണ്ട്. തൻ്റെ അനുയായിയായ ബിൽസബൂബ് സാത്താനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഇപ്പോഴും അവർക്ക് വിങ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പറന്നിട്ടാണ് അവർ കരയിലേക്ക് വന്നു ചേരുന്നത്. ഇപ്പോഴും അവർ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ തങ്ങൾക്ക് ഇപ്പോഴും ശക്തിയുണ്ട് എന്നും ആ ഒരു ശക്തി കൊണ്ടാണ് അവർ ആ ഒരു ചങ്ങല പൊട്ടിച്ചതെന്നുമാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ ഇവിടെ മിൽട്ടൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ഇതൊക്കെ. ദൈവം അറിയാതെ ഈ ഒരു ലോകത്ത് ഒരു കാര്യവും സംഭവിക്കില്ല. അതായത് നത്തിങ് ഇൻ ദി യൂണിവേഴ്സ് ഹാപ്പൻ വിതൗട്ട് ഗോഡ്സ് കാൺ. ദൈവത്തിന് അറിയാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് മിൽട്ടൺ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഗോഡിന് ഒരു സുപ്പീരിയർ പവർ മിൽട്ടൺ കൊടുക്കുന്നുണ്ട്.
സാത്താൻ ഹെവനിൽ നിന്ന് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് സാത്താന്. എന്നാൽ പോലും ഈ ഒരു ഹെല്ലിനെ സ്വർഗതുല്യമാക്കി മാറ്റാനുള്ള ഒരു തോട്ട് എന്തുണ്ട് സാത്താനിൽ പ്രകടമായിരുന്നു. സാത്താൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ബെറ്റർ ടു ട്രീജിയൻ ഇൻ ഹെൽ ദാൻ സെർവ് ഇൻ ഹെവൻ എന്നാണ് സാത്താൻ പറയുന്നത്. അതായത് ഹെവനിൽ ദൈവത്തിനെ പരിപാലിച്ചുകൊണ്ട് ഒരു അടിമയെപ്പോലെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഈ നരകത്തിൽ കിടക്കുന്നതാണ് എന്നാണ് സാത്താൻ പറയുന്നത്. പിന്നീട് മിൽട്ടൺ പറയുന്നത് ഇപ്പോൾ സാത്താൻ്റെ കൂടെയുള്ള അനുയായികളിൽ പല ഡെവിൾസും നാളെ വേർഷിപ്പ് ചെയ്യപ്പെടുന്ന ഗോഡ്സായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇതിൽ പ്രൊമിനൻ്റ് ആയ ചില ഡെവിൾസിനെ എന്താക്കാം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മെലോക്കാണ്. ഇതിൽ മെലോക്ക് എന്ന് പറയുന്നത് ആദ്യം ഒരു ഡെവിൾ ആണെങ്കിൽ കൂടി പിന്നീട് കുട്ടികളുടെ ബലി ആവശ്യപ്പെടുന്ന ഒരു ദൈവമായിട്ട് മാറുന്നുണ്ട്. രണ്ടാമത്തേത് എസ്റ്റോറത്ത്, പിന്നീട് ഡാഗൻ, അതുപോലെ മൃഗങ്ങളുടെ തലയുള്ള ഈജിപ്ഷ്യൻ ദൈവങ്ങൾ, പുരാതന ഗ്രീക്ക് ദേവന്മാർ, പിന്നെ ബെലിയൽ എന്ന് പറയുന്ന ലെസ്റ്റ്ഫുള്ളായ അതേപോലെ തന്നെ വയലൻ്റ് ആയിട്ടുള്ള ഗോഡ്, ഇവരൊക്കെയാണ് ഇതിൽ പ്രധാനികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡെവിൾസ് ധരിച്ചിട്ടുള്ള വേഷം എന്ന് പറയുന്നത് നേരത്തെ വാറിലായിരുന്ന സമയത്തുള്ള ആർമർ തന്നെയാണ്. ഈ ഒരു കാഴ്ച കണ്ട് സാത്താൻ വളരെയധികം സന്തോഷപ്പെടുന്നുണ്ട്. കാരണം എന്താ അറിയോ, മറ്റുള്ള എന്തിനേക്കാളും ഗ്ലോറിയസ് ആർമിയാണ് തനിക്കുള്ളത് എന്ന ഒരു ബോധം ഇവിടെ സാത്താനുണ്ട്. മിൽട്ടൺ തന്നെ പറയുന്നത് ഹ്യൂമൻ ആർമീസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മാഗ്നിഫിക്കൻ്റ് ആണ് ഈ ഒരു സാത്താൻ്റെ ആർമി എന്നാണ്. തനിക്ക് വേണ്ടി തൻ്റെ അനുയായികൾ കുറേ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് വന്ന ആളുകൾ, അതായത് ലക്ഷക്കണക്കിന് അനുയായികൾ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഗോഡിനോട് മാപ്പ് പറയാതെ ഗോഡിനെതിരെ പോരാടാൻ സാത്താൻ എന്താക്കുന്നുണ്ട്, തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ ആകെയുള്ള സംശയം എന്ന് പറയുന്നത് എങ്ങനെയാണ് പോരാടേണ്ടത് എന്നാണ്. അതായത് ഒരു ഓപ്പൺ വാർ വേണോ അതല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടുള്ള യുദ്ധം വേണോ എന്നൊരു കൺഫ്യൂഷനിലാണ് സാത്താനുള്ളത്. പിന്നീട് അവർ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ളൊരു മലയുടെ അടുത്തേക്ക് ഇവർ പോകുന്നുണ്ട്. അതിനുശേഷം അവർ ഹില്ല് തുറന്നുകൊണ്ട് അവിടെ നിന്ന് സ്വർണവും അതുപോലെ തന്നെ റോ മിനറൽസും ഒക്കെ അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇതിന് നേതൃത്വം നൽകുന്നത് മാമൂൻ എന്ന് പറയുന്ന ഒരു ഡെവിളാണ്. ഇവിടെ നമ്മുടെ മിൽട്ടൺ കൊടുക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് ഇത്രകാലവും കണ്ട അതല്ലെങ്കിൽ വിചാരിച്ചിരുന്ന ഒരു നരകത്തിൻ്റെ പിക്ചറിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്വർണങ്ങളും രത്നങ്ങളും ഒക്കെ ഉള്ള ഒരു നരകമായിട്ടാണ് എന്താക്കുന്നത് മിൽട്ടൺ ഇവിടെ കൊണ്ടുവരുന്നത്. പിന്നെ ഡെവിൾസ് അവരുടെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പവർ യൂസ് ചെയ്തിട്ട് ഒരു ടെമ്പിൾ അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ചെറിയ സമയം കൊണ്ടാണ് അവർ ആ ഒരു ടെമ്പിൾ എന്താക്കിയത്, നിർമ്മിച്ചത്. മനുഷ്യൻ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒന്നാണ് ആ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് മ്യൂലിസിബർ എന്ന് പറയുന്ന ഡെവിളാണ്. സ്വർഗത്തിൽ പോലും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ഒരു ആർക്കിടെക്റ്റാണ് ഈ ഒരു മ്യൂലിസിബർ എന്ന് പറയുന്നത്. ഡെവിൾസ് തങ്ങളുടെ ഈ ഒരു ടെമ്പിളിന് കൊടുത്ത പേര് പാൻറ്റിമോണിയം എന്നാണ്. ഡെവിൾസിന് തങ്ങളുടെ ശരീരം, വലുപ്പം, അങ്ങനെ അതൊക്കെ കൂട്ടാനും കുറക്കാനും ഒക്കെ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ലക്ഷക്കണക്കിന് ഡെവിൾസ് തങ്ങളുടെ ശരീരം ചുരുക്കിയിട്ട് കൊട്ടാരത്തിലേക്ക് കയറിപ്പോകുന്നതാണ് കാണുന്നത്. അതിനുശേഷം അവർ ഇവിടെ ഇരുന്നിട്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ഡിബേറ്റ് അവിടെ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഈ ഒരു ബുക്ക് 1 ഇവിടെ എൻഡ് ചെയ്യുന്നത്. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.